3 പതിറ്റാണ്ടോളമായി മധ്യ കേരളം കാത്തിരിക്കുന്ന ശബരി റെയിൽ പാതയ്ക്കായി ജനകീയ മാർച്ച് നടത്താൻ സമരസമിതിയുടെ തീരുമാനമായിരിക്കുകയാണ്. MC റോഡ് തിരുവനന്തപുരം വരെയാക്കാൻ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു സമരം നടത്തുകയുണ്ടായി. അന്ന് നടത്തിയ ജനകീയ മാർച്ചിന്റെ മാതൃകയിലായിരിക്കും ഇനി ഈ സമരം നടക്കുക. അങ്കമാലിയിൽ നിന്ന് തുടങ്ങിയ MC റോഡ് വികസനം ചെങ്ങന്നൂരിൽ അവസാനിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ UDFന്റെ MLAമാർ ചെങ്ങന്നൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ജനകീയ മാർച്ച് നടത്തിയിരുന്നു. ഇതോടെ വെഞ്ഞാറമൂട് വരെ MC റോഡ് വീതി കൂട്ടി പുനർനിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. സമാന രീതിയിൽ ജനങ്ങളെ അണിനിരത്തിയുള്ള പ്രക്ഷോഭത്തിനാണ് ശ്രമം. 1997-98 പ്രഖ്യാപിച്ച 111 കിലോമീറ്റർ പാതയിൽ 7 കിലോമീറ്റർ റെയിലും ഒരു പാലവുമാണ് നിർമ്മിച്ചത്. 24 ഹെക്ടർ ഭൂമി ഏറ്റെടുത്തു. 392 ഹെക്ടർ ഇനി ഏറ്റെടുക്കണം. കോട്ടയം ജില്ലയിലെ പുതിയ അലൈൻമെന്റ് തീരുമാനിച്ചെങ്കിലും ശബരി റെയിൽവേ പദ്ധതി നിർമ്മാണം പുനരാരംഭിക്കാത്തതിനെ തുടർന്ന് അന്നത്തെ ഇടുക്കി MP ജോയ്സ് ജോർജിന്റെയും ചാലക്കുടി MP ഇന്നസെന്റിന്റെയും ബാബു പോൾ മുൻ MLAയുടെയും PM ഇസ്മായിലിന്റെയും ഗോപി കോട്ടമുറി മുൻ MLAയുടെയും നേതൃത്വത്തിൽ LDF നേതാക്കൾ 2014 കരിങ്കുന്നത്ത് നിന്നും കാലടിയിലേക്ക് ശബരി റെയിൽവേ സമരജാഥ നടത്തിയിരുന്നു. ഇന്നത്തെ മന്ത്രി P രാജീവും ശബരി റെയിൽവേ സമരജാഥയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ജോയ്സ് ജോർജിന്റെ ശബരി റെയിൽവേ സമരജാഥയെ തുടർന്ന് 2015 ഒക്ടോബറിൽ ശബരി റെയിൽവേയുടെ പകുതി നിർമ്മാണ ചെലവ് വഹിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചതും കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നേരിട്ട് മോണിറ്റർ ചെയ്യുന്ന പ്രഗതി പ്ലാറ്റ്ഫോമിൽ ശബരി റെയിൽവേയെ ഉൾപ്പെടുത്തിയതും ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ചാലക്കുടി, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, മാവേലിക്കര, കൊല്ലം, ആറ്റിങ്ങൽ MPമാരുടെ നേതൃത്വത്തിൽ MLAമാരെയും പഞ്ചായത്ത് മുനിസിപ്പൽ അധ്യക്ഷന്മാരെയും പങ്കെടുപ്പിച്ച് അങ്കമാലി തിരുവനന്തപുരം ശബരി റെയിൽവേ ജനകീയ മാർച്ച് പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കാനാണ് നീക്കം. 3801 കോടി ചെലവുള്ള പദ്ധതിയുടെ പകുതി ചെലവ് വഹിക്കാമെന്ന് 2023 ഡിസംബറിൽ കേരളം അറിയിച്ചിരുന്നു. എന്നാൽ 2024 ആഗസ്റ്റിൽ ഇതിന് ഉപാധി വെച്ചു. പദ്ധതി വിഹിതത്തിന് സമാഹരിക്കുന്ന തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം കേന്ദ്രം അംഗീകരിച്ചില്ല. ത്രികക്ഷി കരാറിന്റെ മാതൃക കഴിഞ്ഞ നവംബറിൽ റെയിൽവേ കൈമാറിയെങ്കിലും കരാർ വേണ്ടെന്നായിരുന്നു മന്ത്രിസഭാ തീരുമാനം. കേരളത്തിന്റെ വിഹിതം ഗഡുക്കളായി റെയിൽവേക്ക് നൽകുമെന്ന ഉറപ്പിനാണ് ത്രികക്ഷി കരാർ. പണം നൽകിയില്ലെങ്കിൽ വിവിധ പദ്ധതിക്കുള്ള കേന്ദ്ര വിഹിതത്തിൽ കുറവ് ചെയ്ത് റിസർവ് ബാങ്ക് റെയിൽവേക്ക് നൽകും. അതിനാലാണ് സർക്കാരിന് വിമുഖത. എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്കും ഭാവിയിൽ വിഴിഞ്ഞം തുറമുഖത്ത് നിന്നുള്ള ചരക്കു നീക്കത്തിനും ഗുണകരമാണ് പാത. പുനലൂരിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും ബന്ധിപ്പിക്കാം. വിഴിഞ്ഞം തുറമുഖത്തെ ചരക്കു നീക്കത്തിനും മധ്യ കേരളത്തിന്റെ വികസനത്തിനും നിർണായകമാവുന്ന ശബരി റെയിൽവേയിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്രം. പദ്ധതി ചെലവിന്റെ പകുതി വഹിക്കാമെന്ന് ഉപാധികളില്ലാതെ സമ്മതം അറിയിക്കണമെന്നും പണം നൽകുമെന്ന് റെയിൽവേയും റിസർവ് ബാങ്ക് എന്നിവരുമായി കരാർ ഒപ്പിടാനും കേരളത്തിനോട് വീണ്ടും കേന്ദ്രം നിർദ്ദേശിച്ചു. ഇക്കാര്യം പലവട്ടം ആവശ്യപ്പെട്ടിട്ടും കേരളം മൗനം പാലിക്കുകയാണെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ വ്യക്തമാക്കി. അടൂർ പ്രകാശ്, ഡീൻ കുര്യാക്കോസ്, ആന്റോ ആന്റണി എന്നിവരുടെ ചോദ്യങ്ങൾക്കായിരുന്നു മറുപടി. മുൻഗണനാ പദ്ധതികളിൽ ഉൾപ്പെടുത്തി അങ്കമാലി, എരുമേലി ശബരിപാത റെയിൽവേക്ക് നിർമ്മിക്കാവുന്നതേ ഉള്ളൂ. പകുതി ചെലവ് സംസ്ഥാനം വഹിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്ന ആലപ്പുഴ വഴിയുള്ള എറണാകുളം, കായംകുളം, തിരുവനന്തപുരം, കന്യാകുമാരി പാതയിരട്ടിപ്പിക്കൽ ജോലികൾ കേന്ദ്രം സ്വന്തം ചിലവിൽ നടപ്പാക്കുകയാണിപ്പോൾ. ഗുരുവായൂർ തിരുനാവായ പാതയും സജീവ പരിഗണനയിലാണ്. 2019 ശബരി പാതയ്ക്കൊപ്പം മരവിപ്പിച്ചതാണ് ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലും ഗുരുവായൂർ പാതയും. ആലപ്പുഴ വഴിയുള്ള തീരദേശ റെയിൽ പാത ഇരട്ടിപ്പിക്കൽ, മരവിപ്പിക്കൽ ഉത്തരവ് റദ്ദാക്കിയാണ് ബജറ്റിൽ പണമനുവദിച്ചത്. പാത ഇരട്ടിപ്പിക്കലിന്റെ ചെലവ് പങ്കിടണമെന്ന കേന്ദ്ര നിർദ്ദേശം സംസ്ഥാനം അംഗീകരിച്ചിരുന്നില്ല. പിന്നീട് ഭൂമി ഏറ്റെടുക്കലിന് 510 കോടി റെയിൽവേ അനുവദിച്ചു. പുതിയ പാതകൾ, പാത ഇരട്ടിപ്പിക്കൽ എന്നിവയ്ക്കായി ബഡ്ജറ്റിന് പുറമെ ചെലവഴിക്കാൻ 50,000 കോടിയോളം റെയിൽവേക്ക് അനുമതിയുണ്ട്. എന്നാൽ ശബരിപാതയ്ക്ക് ഈ ഫണ്ട് ഉപയോഗിക്കാൻ കേന്ദ്രത്തിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തേണ്ടി വരും. എന്തായാലും ശബരി റെയിൽവേ പാതയെ തുടർന്ന് ഇപ്പോൾ വീണ്ടും വലിയ വിവാദങ്ങൾ ഉയരുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ നിശബ്ദതയാണ് ശബരി റെയിൽവേ പാതയെ തടസ്സപ്പെടുത്തുന്നതെന്നൊരു വാദം ശക്തമായി വരുന്നു. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇത് ചർച്ചയായി മാറിയാൽ പത്തനംതിട്ട അടക്കമുള്ള പല ജില്ലകളിലെയും
നിയമസഭാ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് ഇത് വളരെ പ്രാധാന്യത്തോട് കാണേണ്ടത് ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്.